ആഗോള നയതന്ത്രം ശക്തമായ ധ്രുവീകരണത്തിനും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമ്പോൾ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ കാലാതീതമായ സൗഹൃദം കൂടുതൽ ദൃഢമാക്കാനുള്ള നിർണായക നീക്കങ്ങളിലാണ്. ഡിസംബർ ആദ്യവാരം ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയും അതിന് മുന്നോടിയായുള്ള ഉന്നതതല കൂടിക്കാഴ്ചകളും ലോകത്തിലെ പ്രബല ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം അചഞ്ചലമായി നിലനിൽക്കുമെന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. കാരണം യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണ്. ഈ ഉച്ചകോടി കേവലം ഒരു ഉഭയകക്ഷി ചർച്ച മാത്രമല്ല, ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ബഹുധ്രുവ ലോകക്രമം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും എടുക്കുന്ന കൂട്ടായ നിലപാടിന്റെ പ്രതീകമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും താല്പര്യം ഈ ബന്ധത്തിന്റെ പ്രത്യേകതയാണ്. പുടിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകൾ ഉഭയകക്ഷി ബന്ധത്തിന് ഇരു രാജ്യങ്ങളും നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. നവംബർ 17 റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് റഷ്യയിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ജയശങ്കർ റഷ്യയിലെത്തിയത്. ഈ ചർച്ചകൾ ഡിസംബറിലെ ഉച്ചകോടിയുടെ അജണ്ട, പ്രധാന കരാറുകൾ, സംയുക്ത പ്രഖ്യാപനങ്ങളുടെ രൂപരേഖ എന്നിവയ്ക്ക് അന്തിമ രൂപം നൽകി. നവംബറിൽ മാത്രം നടന്ന നയതന്ത്ര ഇടപെടലുകളുടെ വർധനവും ശ്രദ്ധേയമാണ്. നവംബർ 7 ഇന്ത്യയിൽ വെച്ച് ജയശങ്കർ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻകോയുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി സഹകരണത്തിനുള്ള ഭാവി നിർദ്ദേശങ്ങളും ഉന്നതതല യോഗങ്ങളും ഷെഡ്യൂളുകളും വിലയിരുത്തി. ഈ തുടർച്ചയായ ഉന്നതതല ചർച്ചകൾ തന്ത്രപരമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ബാഹ്യ ഘടകങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ വാർഷിക ഉച്ചകോടിക്ക് അടിത്തറയിട്ടത് 2000 ഒക്ടോബറിൽ പുടിനും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ചേർന്ന് ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനമാണ്. ഈ ദീർഘകാല പാരമ്പര്യം തുടരാനുള്ള പ്രതിബദ്ധത നിലവിലെ ആഗോള സാഹചര്യത്തിൽ റഷ്യയ്ക്ക് നൽകുന്ന നയതന്ത്ര പിന്തുണയായി ഇന്ത്യയുടെ സന്ദർശനത്തെ വിലയിരുത്താവുന്നതാണ്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ശക്തമായ സമ്മർദ്ദവും നിലവിലുണ്ട്. റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ ശ്രമങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം. എന്നാൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും നിർണായകമാണ്. ഒരു പരമാധികാര രാജ്യം എന്ന നിലയിൽ ഇന്ത്യ തന്റെ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് റഷ്യയുമായുള്ള സഹകരണം തുടരുമെന്ന ശക്തമായ സൂചനയാണ് നൽകുന്നത്. ഇന്ത്യൻ സായുധ സേനയുടെ ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും പ്രധാന വിതരണക്കാരാണ് റഷ്യ. S-400 റൈഫിൾ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സൈനിക ഇടപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. പ്രതിരോധ മേഖലയിലെ തന്ത്രപരമായ പങ്കാളിത്തം ദുർബലമാകാതിരിക്കാൻ ഉച്ചകോടിയിൽ പ്രത്യേക ശ്രദ്ധ നൽകും. പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴുള്ള സാങ്കേതിക കൈമാറ്റങ്ങളിലെ കാലതാമസവും നിബന്ധനകളും ഒഴിവാക്കാൻ റഷ്യയുമായുള്ള ഈ ബന്ധം ഇന്ത്യക്ക് അനിവാര്യമാണ്. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം എന്ന നയത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ലോകശക്തികൾക്കിടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഒരു ചേരിയിലും പെടാതെ സ്വന്തം വിദേശ നയം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഈ ഉച്ചകോടിയിൽ തെളിയിക്കപ്പെടുന്നത്. ഉച്ചകോടിക്ക് അനുബന്ധമായി നടക്കുന്ന റഷ്യ ഇന്ത്യ ഫോറം 2025 ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിലവിൽ ഊർജ്ജം, പ്രതിരോധം എന്നിവയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യാപാര ബന്ധം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഫോറം ശ്രമിക്കുകയും ചെയ്യും. ഇന്ത്യൻ യന്ത്ര സാമഗ്രികൾക്കും സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കും റഷ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക. ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും ഔഷധങ്ങളുടെയും റഷ്യൻ വാങ്ങലുകൾ വർദ്ധിപ്പിക്കുക. ഇന്ത്യൻ പൗരന്മാർക്ക് റഷ്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു ലേബർ മൊബിലിറ്റി സംബന്ധിച്ച കരാർ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കരാർ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സഹായിക്കും. ബാഹ്യ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡോളറിനെ ആശ്രയിക്കാതെയുള്ള റൂബിൾ റുപ്പി വ്യാപാര സംവിധാനം കാര്യക്ഷമമാക്കാനും അതിലെ നിലവിലെ സാമ്പത്തിക തടസ്സങ്ങൾ പരിഹരിക്കാനും ഉച്ചകോടിയിൽ ചർച്ചകൾ നടക്കും. ഇത് തങ്ങളുടെ വ്യാപാര ബന്ധം നിലനിർത്താനും വളർത്താനുമുള്ള ഒരു സംരക്ഷിത മാർഗം തേടുന്നതിന്റെ സൂചനയാണ്. പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ വളരെ വലിയ പ്രതീകാത്മക പ്രാധാന്യം വഹിക്കുന്നുമുണ്ട്. യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം പുടിൻ നടത്തുന്ന ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണിത്. ഇത് റഷ്യയുടെ പ്രമുഖ തന്ത്രപരമായ പങ്കാളി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം ശക്തമാണെന്നും ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു. റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുവെന്ന പാശ്ചാത്യ പ്രചാരണത്തെ ഇത് ഒരു പരിധിവരെ ദുർബലപ്പെടുത്തും. ഇന്ത്യയും റഷ്യയും ആഗോളതലത്തിൽ ബഹുധ്രുവ ലോകക്രമം സ്ഥാപിക്കുന്നതിൽ യോജിച്ച നിലപാടാണ് എടുക്കുന്നത്. ഒരു കൂട്ടം രാജ്യങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്നതിന് പകരം വിവിധ രാജ്യങ്ങളുടെയും കൂട്ടായ്മയുടെയും പ്രാധാന്യം അംഗീകരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന് വേണ്ടിയാണ് ഇരു രാജ്യങ്ങളും നിലകൊള്ളുന്നത്.
SCO, ബ്രിക്സ് പോലുള്ള വേദികളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഈ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുന്നു. ആഗോള നയതന്ത്രത്തിൽ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ-റഷ്യ സൗഹൃദം ഇരു രാജ്യങ്ങളും തങ്ങളുടെ ദീർഘകാല പങ്കാളിത്തത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ-റഷ്യ ഉച്ചകോടിയും അതിന് മുന്നോടിയായുള്ള നയതന്ത്ര നീക്കങ്ങളും ബാഹ്യ സമ്മർദ്ദങ്ങളെയും തന്ത്രപരമായ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് തങ്ങളുടെ പരമ്പരാഗതമായ സൗഹൃദം കൂടുതൽ ശക്തമാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും ഉറച്ച തീരുമാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ തന്ത്രപരമായ ബന്ധം പുനഃസ്ഥാപിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സുപ്രധാന വേദിയായിരിക്കും ഈ ഉച്ചകോടി. ആഗോളതലത്തിൽ ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കെൽപ്പുള്ള ഈ ബന്ധം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം എത്രത്തോളം പ്രധാനമാണെന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു ശക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്.